ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ഷാങ്ഹായ് മാഗ്ലിവ് ചൈനയിൽ ഓടിത്തുടങ്ങി. മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ ചീറിപ്പായുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വലിയ ഒരു പ്രത്യാശ, വളരുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നാറുണ്ട്. എന്നാണ് ഈ മാഗ്ലിവ് ട്രെയിൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? നമ്മുടെ രാജ്യം അത്ര പിറകിലൊന്നുമല്ല. നമ്മളെ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൻ്റെ ഉദ്ഘാടനം ഈ വർഷമോ അല്ലെങ്കിൽ ഈ അടുത്ത വർഷം അതിനെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രധാന പട്ടണങ്ങളെ അഹമ്മദാബാദിനെയും മുംബൈയെയും യോജിപ്പിച്ചുകൊണ്ട് 320 കിലോമീറ്റർ വേഗത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ ഓടാൻ പോകുന്നത്. സാധാരണ ഒരു ആവറേജ് സ്പീഡ് പഴയ ഡെക്കോട്ട വിമാനങ്ങളുടെയൊക്കെ ആവറേജ് സ്പീഡെന്ന് പറയുന്നത് 290-നും 300-നും ഇടയ്ക്കാണ്. പരമാവധി സ്പീഡെന്ന് പറയുന്നത് 330 കിലോമീറ്ററാണ്. അപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ നമുക്ക് അഹമ്മദാബാദിൽ നിന്നും മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും പോകത്തക്ക വിധത്തിൽ ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ വികസിപ്പിച്ച് കഴിഞ്ഞു. ചൈനയിൽ ഈ മാഗ്ലിവ് ട്രെയിൻ വികസിപ്പിച്ചെടുത്തത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയാണ്. അവർ വികസിപ്പിച്ചെടുത്ത പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ചൈന ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് DRDO ഉണ്ട്. ഒരുപാട് ആയുധങ്ങൾ, നമ്മുടെ സുദർശന ചക്ര അടക്കമുള്ള അത്യന്താധുനികമായ മിസൈലുകൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ DRDO ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ലോക നിലവാരത്തിൽ നിൽക്കുന്നവരാണ് നമ്മുടെ DRDOയിലെയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെയും ഒക്കെ ശാസ്ത്രജ്ഞന്മാരെന്ന് അഭിമാനത്തോടുകൂടി ഏതൊരു ഇന്ത്യക്കാരനും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിന്ന് പറയാൻ കഴിയും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒട്ടേറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്നോളജി മിലിറ്ററിക്ക് മാത്രമല്ല, സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ DRDO മാഗ്ലിവ് ട്രെയിനെക്കുറിച്ചും ചിന്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ മാഗ്ലിവ് ട്രെയിനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ പാളത്തിലൂടെ ഈ ട്രെയിൻ ഓടാത്തത് കൊണ്ട്, മാഗ്നറ്റിക് ലെവിറ്റേഷനിൽ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ അല്പം ഉയർന്നു നിന്നാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വിമാനയാത്രയുടെ സുഖം ഈ ട്രെയിന് കിട്ടും. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഊർജം കൂടുതൽ സംരക്ഷിച്ചതിന് അതിവേഗത്തിൽ ഓടാൻ കഴിയും. ഏതാണ്ട് ഒരു ആധുനിക വിമാനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് മാഗ്ലിവ് ട്രെയിന്. അതിനെക്കുറിച്ച് ശരിയായി ഒരുപക്ഷെ ജനങ്ങൾക്ക് അവബോധം തരേണ്ടത് ശാസ്ത്രജ്ഞന്മാരാണ്, ഈ രംഗത്തെ വിദഗ്ധന്മാരാണ്. ഞാൻ ഈ രംഗത്തെ വിദഗ്ധനല്ല. പക്ഷേ വളരുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ലോകത്തെവിടെ ഏത് ടെക്നോളജി വരുമ്പോഴും പ്രത്യാശയോടെ നോക്കും, ഈ ടെക്നോളജി എൻ്റെ രാജ്യത്തേക്ക് വരുമോ, ഈ ടെക്നോളജി എൻ്റെ രാജ്യത്തെ എൻ്റെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടിലെ ആളുകൾക്ക്, ഞാൻ അടക്കമുള്ള നാട്ടിലെ ആളുകൾക്ക് ഇതൊക്കെ ഈ സൗകര്യങ്ങൾ ലഭിക്കുമോ എന്ന് ഓർക്കാറുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ എന്ത് വലിയ സ്വീകരണമാണ് നമ്മൾ കൊടുത്തത്. വന്ദേ ഭാരത് ട്രെയിന് വഴിനീള സ്വീകരണം കൊടുത്തു. ട്രെയിൻ കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും ആളുകൾ വന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് സാമാന്യ വേഗത്തിലോടുന്ന ഒരു വന്ദേ ഭാരത് ട്രെയിന് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ കാണാതെ പോകരുത്, വന്ദേ ഭാരത് ട്രെയിന് കല്ലെറിയാൻ ആളുണ്ടായി. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പുറത്ത് വാൾ പോസ്റ്ററുകൾ പതിച്ച് വികൃതമാക്കുന്ന ജനപ്രതിനിധികൾ നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെ നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജനങ്ങളെ കരുതിയിരിക്കേണ്ട, ജനങ്ങളെ മാറ്റി നിർത്തേണ്ട ചില മനുഷ്യരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്ന വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരേക്ക് ഓടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാസർഗോഡേക്ക് ഓടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നാളെ മാഗ്ലിവ് ട്രെയിൻ കാസർഗോഡേക്ക് ഓടുമ്പോൾ എത്ര സമയം വേണ്ടി വരും എന്നാലോചിച്ച് നോക്കണം. 700 കിലോമീറ്റർ പെർ അവറിൽ ഓടുന്ന ഒരു ട്രെയിന് നിമിഷാർത്ഥ നേരം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കും, കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കും, എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്കും, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും, അല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് കാസർഗോട്ടേക്കും ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിൽ നമ്മുടെ റെയിൽവേയിൽ ഒരു കുതിച്ചുചാട്ടം അനിവാര്യമാണ്. തീർച്ചയായിട്ടും അശ്വിനി വൈഷ്ണവ് എന്ന നമ്മുടെ റെയിൽവേ മന്ത്രി വളരെ ദീർഘവീക്ഷണമുള്ള മന്ത്രിയാണ്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ വല്ലാത്തൊരു ഇംബാലൻസ് നമ്മുടെ റെയിൽവേയുടെ വികസനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും റെയിൽവേയുടെ സേവനങ്ങൾ ആധുനിക ലോകത്തെ ഒരു പൗരൻ ആഗ്രഹിക്കുന്ന തലത്തിൽ
അതിവേഗത്തിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വൃത്തിഹീനമായ കമ്പാർട്ട്മെൻറ്റുകൾ, തൂത്ത് തുടച്ച് വൃത്തിയാക്കാതെ ഇടുന്ന നമ്മുടെ കമ്പാർട്ട്മെൻറ്റുകൾ, വന്ദേ ഭാരത് ട്രെയിനിൽ തന്നെ വളരെ മോശമായ ആഹാരം വിളമ്പി. മറ്റ് ലോകത്തേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അവന് കർശനമായ പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു, ജയിലിൽ പിടിച്ചിടുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ, നിയമങ്ങളുണ്ട്, അത് കർശനമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റെയിൽവേയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം, അശ്വിനി വൈഷ്ണവ് അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ, മിനിമം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കാരമുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് കൊടുത്ത യാത്രാ സൗജന്യം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയ വളരെ കുറച്ച് ആളുകളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അവർക്ക് കിട്ടുന്നൊരു വലിയ പ്രിവിലേജാണ് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു യാത്രാ കൺസെഷൻ. താങ്കൾ എത്രയൊക്കെ ലാഭം റെയിൽവേക്ക് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും മനുഷ്യത്വരഹിതമായ ലാഭത്തിനകത്ത് അർത്ഥമില്ല എന്നാണ് അശ്വിനി വൈഷ്ണവ് തിരിച്ചറിയേണ്ടത്. ഇത് UPA ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്ത ഒരു സൗജന്യമാണ്. ഈ സൗജന്യം NDA ഗവൺമെൻറ്റും തുടരണം എന്നാവശ്യപ്പെടത്തക്ക വിധത്തിൽ ഹൃദയവിശാലതയുള്ള MP ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ജനങ്ങളിൽ നിന്നൊക്കെ എത്രയോ അകന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അശ്വിനി വൈഷ്ണവിനോടും റെയിൽവേ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടെ കരുണ കാണിക്കണം. നമ്മുടെ രാജ്യത്തിലെ ധാരാളം ആളുകൾ ജീവിത സായാഹ്നത്തിലെത്തിയ വൃദ്ധന്മാരും വൃദ്ധകളുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ റെയിൽവേ കൊടുക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ്. അപ്പോൾ പ്രായമാകുമ്പോൾ ഒരു പ്രായമായ മുതിർന്ന പൗരന്, ഒരു സീനിയർ സിറ്റിസണ് റെയിൽവേ നൽകുന്ന ഒരു ആദരവാണ്. ആ കൺസെഷനേക്കാൾ കൂടുതൽ ഇന്ത്യൻ റെയിൽവേ എന്നെ ആദരിക്കുന്നു, എൻ്റെ പ്രായത്തെ ആദരിക്കുന്നു, എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നൊരു പൗരന് തോന്നുമ്പോഴാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉദാത്തമാകുന്നത്. അല്ല, റെയിൽവേ മന്ത്രി കുറേ ലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തീർച്ചയായിട്ടും ലാഭം ലാഭം ഉണ്ടെങ്കിലേ റെയിൽവേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതുമാത്രമല്ല, എവിടെയും ഒരു മാനുഷികമായ എലിമെൻ്റ് ഒരു മന്ത്രാലയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ മന്ത്രാലയവുമായിട്ട് ജനങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ കഴിയുന്നത്. നിതിൻ ഗഡ്കരിയുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ ഹൈവേകൾ, നാഷണൽ ഹൈവേകൾ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വളരെ വേഗത്തിലാണ് നമ്മുടെ നാഷണൽ ഹൈവേകളൊക്കെ തീരുന്നത്. അതേ വേഗത്തിൽ നമ്മുടെ റെയിൽവേയിൽ വികസനം ഉണ്ടാകണം. അതുപോലെ തന്നെ വികസനത്തോടൊപ്പം മനുഷ്യത്വം കലർന്ന വികസനം കൂടെ ഉണ്ടാക്കാൻ അശ്വിനി വൈഷ്ണവ് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.